ഹായ് സുഹൃത്തുക്കളെ, സന്തോഷമായിട്ടിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കണ്ടോ, എൻ്റെ പ്ലാവിൽ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചക്കക്കുരുവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇതിന് എന്താ പറയുക, ആയുർജാക്ക് എന്ന് പറഞ്ഞ പ്ലാത്തൈ ഒരെണ്ണത്തിന് 500 രൂപ വെച്ചിട്ട് ഞാൻ വാങ്ങി കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ചക്ക ഉണ്ടാവുന്നത്. കാരണം നല്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ നന്നായിട്ട് ചക്ക ഉണ്ടായി. അതിൻ്റെ മുന്നത്തെ ഫസ്റ്റ് കായ്ച്ച ചക്ക ഇത് നമുക്ക് കഴിക്കാൻ കിട്ടിയില്ല. കാരണം അതെല്ലാം അങ്ങോട്ട് നാശമായിപ്പോയി. അത് മരം മൂക്കാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ, എന്തായാലും ഇപ്രാവശ്യം നന്നായിട്ട് ചക്ക ഉണ്ട്. ഒരു 3-4 ചക്കയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെയൊക്കെ കൊച്ചു കൊച്ചു ചക്കകളാണ്. എന്നാലും അൽഹംദുലില്ലാ, ഇതാണ് ഒരു ആയുർജാക്കിൻ്റെ ഒരു പ്ലാവ്. ഇതാണ് മറ്റൊരു പ്ലാവ്, ഇതാ ഇവിടെയാണുള്ളത്. ആ പ്ലാവിലും ചക്ക ഉണ്ട്. അപ്പോൾ നല്ല ഇടിയൻ ചക്ക ഒക്കെ നമ്മളെടുത്ത് കറി വെച്ചു. കണ്ട ഇടിയൻ ചക്ക ചാടി കിടക്കണേ. ഒരു ഇടിയൻ ചക്ക ഇന്നലെ 3 എടുത്തിട്ട് കറി വെച്ചു. 2 ചാടി കിട്ടിയിട്ടുണ്ടായി. ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇന്നലെ ഇടിയൻ ചക്കയും എന്താ പറയുക, മുതിരയും കൂടെ ഉപ്പേരി വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഇതപ്പോൾ ഈ പ്ലാവിൽ നന്നായിട്ട് ചക്ക ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്കക്കുരു, ചക്കക്കൂട്ടാൻ. ഇപ്പോഴത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേരക്കുട്ടികൾക്ക് പഴുത്ത ചക്കയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളതാണ്. ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ചൊരു മാവൻ തൈയാണ്. അതിന് ഇനിയിപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ വെച്ച് പിടിച്ചൊരു മാത്തൈയാണിത്. ഒക്കെ വലുതായി കായ്ക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ഫാഷൻ ഫ്രൂട്ട് നട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അതങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അതിനൊന്ന് ഉഷാറാക്കി കൊണ്ടുവരണം. പിന്നെ ഒരു മാത്തൈ അതാ, ഒരു പേരമരത, ഇതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള. പിന്നെ കഞ്ഞിക്കൂർക്കല എന്ന് പറഞ്ഞ സംതിന് ഞങ്ങളുടെ നാട്ടിൽ കഞ്ഞിക്കൂർക്കല എന്നാണ് പറയുക. കുട്ടികൾക്കൊക്കെ ജലദോഷം ഒന്നും ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നതാണ്. അത് നിറയെ നട്ട് ഞാൻ ഉണ്ടാക്കി. തുളസിയും ഇതൊക്കെ നന്നായിട്ട് നട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു പേരമരമാണ്. അങ്ങനെ പിന്നെ അവിടെ അതൊരു മാവും തൈ. പിന്നെ നിറയെ വാഴ, ഇത് പൊണ്ണം വാഴ എന്ന് പറയും. പിന്നെ വെണ്ണീറാമ്പൂവൻ എന്ന് പറഞ്ഞൊരു വാഴയാണ് ഈ നിൽക്കുന്നത്. ബാക്കിയൊക്കെ ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവൻ്റെ കന്നുകളുള്ളത് കണ്ടോ. എൻ്റെ മഞ്ഞൾ ഇതാ പൂവ് ഇട്ടിട്ടുണ്ട് കണ്ടോ. മഞ്ഞൾ നന്നായിട്ട് പൂവ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളുടെ വിശേഷങ്ങൾ, ഇത് കാണുന്ന എല്ലാവരുടെ വിശേഷങ്ങൾ നമ്മൾ ഇതിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അത്യാവശ്യം കപ്പുണ്ട്. കപ്പ പറിക്കാൻ പെരുശായി എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര ശല്യമാണ്. ഇപ്രാവശ്യം കപ്പ വളരെ മോശമാണ്. ഇവിടെ മുരിങ്ങ നട്ടിട്ടുണ്ട്. അത് പിടിക്കുന്നേ ഉള്ളൂ. എന്തായാലും മാവൻ തൈകളൊക്കെ നട്ടതൊക്കെ ഉഷാറായിട്ടുണ്ട്. മനസ്സിലായില്ല? എൻ്റെ വാഴകളാണ് ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം, സമാധാനം. ഇത് കുഞ്ഞു തൈയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് 3 കുഞ്ഞു തൈകൾ ഒരുമിച്ച് വെച്ചത്. വളരെ ശോഷിച്ച തൈകളായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ 3 ഒരുപോലെ തന്നെ പിടിച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളൊക്കെ കാണിക്കാനുള്ള നമ്മുടെ വിശേഷങ്ങൾ. എന്തായാലും നിങ്ങൾ പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഒരിക്കലും മറക്കരുത് കേട്ടോ. എല്ലാ കാര്യങ്ങളും എല്ലാവരും വീഡിയോ മറിയാതെ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കണം. ഇതാണ് നമ്മുടെ കണ്ടോ, എൻ്റെ ഒരു വാഴ വീണ് പോയി. ഇതാണ് 2ാമത് കുറച്ച വാഴയാണ്. അത് വീണ് പോയി. അതങ്ങനെ മൂക്കുന്നെങ്കിൽ മൂക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടേക്കാണ്. തക്കാളി തൈ ഇവിടെ വേണ്ട. ഇത് തക്കാളി, ഒരു കുഞ്ഞൻ തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു തക്കാളി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യം. എൻ്റെ ഫാഷൻ ഫ്രൂട്ട് കണ്ടില്ലേ, ഫാഷൻ ഫ്രൂട്ട് നന്നായിട്ട് തന്നെ പടർന്ന് അങ്ങോട്ട് ടെറസിലോട്ട് കയറുന്നുണ്ട്. കണ്ടോ, അങ്ങോട്ട് കയറി അപ്പുറത്തേക്ക് ചാടിക്കണം. കോഴിക്കോടിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പടർത്തി കൊണ്ടുവരാനുള്ളൊരു തീരുമാനത്തിലാണ്. 2 ദിവസം മുമ്പ് ഞാൻ നട്ടിട്ടുള്ളൊരു പപ്പായ തൈയാണിത്. ആ പപ്പായ തൈയാണിത്. ഉണ്ടോ, നന്നായിട്ട് പപ്പായ വെക്കുന്നു. ഇനി പപ്പായ കൃഷി തന്നെ ചെയ്യണം. നിറയെ പപ്പായ കുരുകൾ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കറിവേപ്പിലയാണ്. പിന്നെ അത് നമ്മൾ പറഞ്ഞാൽ അന്ന് ഞാൻ പരിചയപ്പെടുത്തിയൊരു ചീര. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നുണ്ടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ബൈ, ടാറ്റാ.